ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ 7000 രൂപ പ്രൈസ് പോയിന്റിൽ വരുന്ന ബെസ്റ്റായിട്ടുള്ള 4 ഫോൺസ് ആട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. 7000 രൂപ പ്രൈസ് പോയിന്റ്, 7000 അല്ല 6500 ആ റേഞ്ചിലൊക്കെ വരുന്നതാണ്. 7000 രൂപക്ക് മേലെ നമ്മൾ കൊടുക്കുന്നില്ല. ഒട്ടുമിക്ക വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളത് 7000 അല്ലെങ്കിൽ 10000 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മേലെ 10000 പറഞ്ഞാൽ 12000 രൂപയുടെ ഫോൺ അല്ലെങ്കിൽ 20000 പറഞ്ഞാൽ 22000 രൂപയുടെ ഫോണൊക്കെ ആയിരുന്നു ഷെയർ ചെയ്യുന്നത്. ബട്ട് നമ്മളിതിൽ എല്ലാം 7000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺസാണ് ഇടയിട്ടുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക ഈ ഒരു പ്രൈസ് പോയിന്റിൽ വാങ്ങുന്നവരെന്നൊക്കെ പറഞ്ഞത് വീട്ടിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡറി ഫോണൊക്കെ ആയിട്ടായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഫോൺസൊക്കെ വാങ്ങിച്ചോ. അപ്പം അത് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം തന്നെ ഇൻഫിനിക്സിൻ്റെ ഒരു ഫോണ്, ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 9 HD എന്ന മോഡലാണ്. ഇതിപ്പോൾ ഇറങ്ങിയിട്ട് ആകെ ഒരാഴ്ച ആയതേ ഉള്ളൂ. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല ഡിസൈനാട്ടോ. കമ്പാരിറ്റീവ്ലി ഈ ബഡ്ജറ്റിലൊക്കെ ഒരു ഫോൺ വരിക എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഡിസൈൻ നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ നല്ലൊരു ഡിസൈൻ ഈ ഒരു ഫോൺ എന്തായാലും വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ് വരുന്നത്. 6.7 ഇഞ്ച് വരുന്ന HD+ IPS LCD ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ നോർമൽ റിഫ്രഷ് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 30 MB ഒരു ഡുവൽ റിയർ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. 8 MB സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിന് വരുന്നത്. മിഡടെക്കിൻ്റെ ഹീലിയോ G50 എന്ന പ്രോസറാണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രോസർ ഉണ്ടായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കും, കുഴപ്പമൊന്നും പറയാനില്ല പെർഫോമൻസിനെ കുറിച്ച്. പിന്നീട് ഇതിൽ ആൻഡ്രോയിഡ് 14 ഗോ എഡീഷൻ ആണ് വരുന്നത്. ലൈറ്റർ ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആയിട്ടുള്ള ഫാസ്റ്റർ ഈ ഒരു ഫോൺ കിട്ടുന്നതായിരിക്കും. പിന്നീട് 5000 mAh ബാറ്ററിയും 10 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ ബേസ് മോഡൽ ഒറ്റ വേരിയൻറ്റ് മാത്രമായിട്ട് ഈ ഒരു ഫോൺ വരുന്നുള്ളൂ. 3GB 64GB ആണ്. ഇതിൻ്റെ പ്രൈസാണ് 6999 രൂപ, അതായത് 6700 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ എന്നൊക്കെ പറഞ്ഞ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ. ഇതിലാകെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 3GB റാം വേരിയൻ്റ് ആണ്. 4GB റാം ഇല്ല എന്നുള്ളത്. കാരണം ബാക്കിയുള്ള എല്ലാ ഫോണും 4GB റാം വരുന്നുണ്ട്, ഇതിൽ 3GB മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഫോണിൽ സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ക്യാമറ മൊഡ്യൂൾ കിട്ടുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രൈസ് പോയിന്റ്. അതായത് 7000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണിലടക്കം പഞ്ച് ക്യാമറ മൊഡ്യൂൾ ഇപ്പം വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഡിസൈൻ വൈസും ഉഗ്രൻ ഡിസൈനാണ്. ഒരു 6700 രൂപയുടെ ഫോണാണെന്ന് ആരും കണ്ടാൽ പറയില്ല. ഇനി അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ മോട്ടോറോളയുടെ മോട്ടോ G05 എന്ന മോഡലാണ്. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വീഗൽ ലെതർ ആയിട്ടാണ് വരുന്നത്. സോ അത് ഈ പ്രൈസിലെ ബാക്കിയുള്ള ഏത് മോഡലിലും വീഗൽ ലെതർ ഫിനിഷ് വരുന്നില്ല, മോട്ടോറോള ഫോണിൽ മാത്രമേ വരുന്നുള്ളൂ. അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഫോണിലെന്ന് പറഞ്ഞത്. ഇനി ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നീട് സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തുള്ളത്. അതും ഒരു നല്ല കാര്യമാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എന്ന് പറഞ്ഞത്. ഇനി അടുത്താണ് ക്യാമറ. പ്രൈമറി ക്യാമറ 50 MB ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 8 MB അൾട്രാ വൈഡും വരുന്നുണ്ട്. പെർഫോമൻസ് ആണെങ്കിൽ മിഡടെക്കിൻ്റെ ഹീലിയോ G81 എക്സ്ട്രീം എന്ന പ്രോസറാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ നടക്കും. പിന്നീട് 2 വർഷത്തേക്ക് സെക്യൂർഡ് അപ്ഡേറ്റ് ആണ് ഇവിടെ മോട്ടോറോള പ്രൊമിസ് ചെയ്യുന്നത്. ഇനി ബാറ്ററി ആണെങ്കിൽ 5200 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ, ഫാസ്റ്റ് ചാർജർ അല്ല ഒരു നോർമൽ ചാർജറും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 64GB ആണ് ബേസ് മോഡൽ, അല്ലെങ്കിൽ ഒറ്റ മോഡലായിട്ട് മാത്രമേ ഈ ഒരു ഫോൺ വരുന്നുള്ളൂ. അതിൻ്റെ പ്രൈസാണ് 6999, 7000 രൂപയായിട്ടാണ് വരുന്നത്. ആ ഒരു 7000 രൂപ റേഞ്ചിൽ വീഗൽ ലെതർ കിട്ടുന്നുണ്ട്. അതായത് പിന്നീട് സെൻട്രൽ അലൈനായിട്ട് പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂള്, കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ, 50 MB ക്യാമറ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 7000 രൂപയ്ക്ക് ഇതും ഒരു കിടലായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞൊരു സാംസങ്ങിൻ്റെ ഫോണ്, സാംസങ്ങിൻ്റെ ഗാലക്സി M05 അല്ലെങ്കിൽ F05. ഇത് M05 ആണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും. F05 ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണ് ഈ ഒരു ഫോൺ കിട്ടുന്നത്. ഏതും വാങ്ങാം, രണ്ടും ഒരേ പ്രൈസ് പോയിന്റ് തന്നെയാണ്, രണ്ടും സെയിം ഫോണാണ്. ആകെ ഈ പേരിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബേസിക് ആയിട്ട് ഡിസൈനാണ്. ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ ബാക്കിൽ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. പിന്നീട് ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നില്ല. ബാക്കി എല്ലാ ഫോണിലും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. ബട്ട് അതിനെക്കാട്ടി പൈസ കുറവാണ് ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞത്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന HD+ IPS LCD ഡിസ്പ്ലേ ആണ്. നോർമൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് മാത്രമേ ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. ഒരു നോർമലായ ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇതിന് വരുന്നത്. നോച്ച് ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തുള്ളത്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MB ഒരു ഡുവൽ റിയർ ക്യാമറ വരുന്നുണ്ട്. 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്.
2 MB ഡെപ്ത് സെൻസറും റിയർ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ മിയടെക്കിൻ്റെ ഹീലോ G85 എന്ന പ്രോസറും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഇതിന് വരുന്നത്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ അത് മാത്രമല്ല, അതിന് മുമ്പേ ആയിട്ട് 2+4 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. നോർമലി ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫോൺസിലൊക്കെ അപ്ഡേറ്റ് കിട്ടാന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര അപൂർവമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിന് 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടാന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ്. അതുകൊണ്ട് 2 വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മുതൽ കിട്ടുന്നുണ്ട്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പക്ഷേ ബോക്സിനകത്ത് ചാർജർ കിട്ടത്തില്ല, എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 64GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 6500 രൂപയായിട്ടാണ് വരുന്നത്. അപ്പോൾ 6500 രൂപയ്ക്ക് ഒരു സാംസങ് ഫോൺ, ചാർജർ ഇല്ല, ചാർജർ വാങ്ങണമെങ്കിൽ ഒരു 1000 രൂപ അധികം കൂടും. 1000-1500 ഓഫർ ടൈമിലൊക്കെ 1000 രൂപ കിട്ടാറുണ്ട്. അപ്പോൾ ഒരു 1500 രൂപ കൊടുക്കണം. അപ്പോൾ അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം പൈസയായി. അല്ലെങ്കിൽ ചാർജർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല മോഡലാണ്. 6500 രൂപക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല എന്ന കാര്യം മാത്രം ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഫോൺ ആ ഒരു പ്രൈസ് പോയിന്റിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ 13C എന്ന മോഡലാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം, നല്ല ഡിസൈൻ തന്നെയാണ് ഇതിന് വരുന്നത്. ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.74 ഇഞ്ച് വരുന്ന HD+IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. 90Hz റിഫ്രഷ് റേറ്റും ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സോ ബെസ്റ്റ് ലെവലായി ഡിസ്പ്ലേ വരുന്നുണ്ട്. ബട്ട് പഞ്ച് ക്യാമറ മുഴുവൻ നോച്ചിലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇനി ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 50 MB ട്രിപ്പിൾ റിയർ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 8 MB സെൽഫി ക്യാമറയും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ മിയടെക്കിൻ്റെ ഹീലോ G85 എന്ന ചിപ്സെറ്റും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 7200 രൂപയായിട്ടാണ് വരുന്നത്. ഓഫർ പ്രൈസിൽ 7000 രൂപയ്ക്ക് താഴെയും ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. എന്നാലും 200 രൂപ മാത്രമേ അധികം വരുന്നുള്ളൂ. അപ്പോൾ ഈ 4 ഫോൺസാണ് 7000 രൂപ പ്രൈസ് പോയിന്റിൽ ബെസ്റ്റ് ലെവലായിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് അധികം സ്റ്റോറേജ് വേണം എന്നുണ്ടെങ്കിൽ റെഡ്മിയുടെ ഫോൺ എടുത്തു. റെഡ്മിയിലാണ് നമുക്ക് 128GB സ്റ്റോറേജ് ഈ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നീട് ഇൻഫിനിക്സിലും മോട്ടോറോള ഫോണിലാണ് പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ വരുന്നത്. ബാക്കി 2 ഫോണിലും നോച്ച് ഡിസൈനാണ്. ആ കാര്യം കൂടെ നോക്കുക. അതുപോലെ തന്നെ സാംസങ് ഫോണിലാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല. ബാക്കി 3 ഫോണിലും സൈഡ് മോഡായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കിയാൽ മാത്രം മതി. എല്ലാത്ത രീതിയിൽ ബാക്കിയെല്ലാം കിഡിലനായിട്ടുള്ള മോഡൽ തന്നെയാണ്. ബാക്കിയെല്ലാം എല്ലാം നല്ല കിഡിലായിട്ടുള്ള മോഡൽ തന്നെയാണ്. ഏതെടുത്തു കഴിഞ്ഞാലും വലിയൊരു വ്യത്യാസമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. ഏത് വേണമെങ്കിൽ എടുത്തോ. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ച് എൻട്രി ലെവൽ മോഡലായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഏത് ഫോണും തമ്മിലില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.